ഹലോ, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് മോർണിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല, മോർണിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയാം എല്ലാവരോടും. ഞാൻ ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട്, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഒരു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. കാരണം ഒട്ടും സമയമില്ലായിരുന്നു, എപ്പോഴും ബിസിയാണ്, വീട്ടിലിരിക്കുമ്പോഴും ബിസിയാണ്, പിന്നെ ജോലിക്കും ബിസിയാണ്. ഇങ്ങനെ ബിസിയായിട്ട് പോകുന്നു ലൈഫ്. അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ ഒത്തില്ല. പക്ഷേ ദൈവം മെസ്സേജുകളൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കപ്പോഴൊക്കെ തോന്നും ഞാൻ ഇത് ഇട്ടില്ലല്ലോ, ആരെയും അറിയിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത് ഇന്ന് എന്താണേലും ഇപ്പോൾ ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടല്ലോ, ഇന്ന് എന്താണേലെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം അങ്ങ് ഇടുക. അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ സ്ക്രീനിൽ അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല, കാരണം അതിന് സമയമില്ലാത്തതുകൊണ്ട്. ഞാനത് പിന്നെ അത് അടിച്ച് വിചാരിക്കുന്നു, ഒരു പക്ഷേ മെസ്സേജിലോ എവിടെയെങ്കിലും അടി ചെയ്യാൻ ഞാനത്. പിന്നെ എനിക്ക് പറയാനുള്ള വിഷയം ഇതാണ് ഇപ്പോഴത്തെ. അതിനു മുമ്പ് ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയട്ടെ. ഞാൻ ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റാണ്. പക്ഷേ ഇന്നും ഞാൻ എന്നെ ഒരു ബൈബിൾ സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. അത് ശരിയാണ്, ഞാൻ എന്നും ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇന്നും പഠിക്കുക. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് തന്നെയാണല്ലോ. ഓക്കെ. പിന്നെ അടുത്തായിട്ട് എൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. എൻ്റെ പേര് ജെസിമോൾ എന്നാണ്. ഞാൻ വിദേശത്തായിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമായി. എന്നാലും ആൾക്കാർ എന്നോട് പണ്ടൊക്കെ ചോദിക്കാമെന്ന് മലയാളം അറിയാമെന്ന്. മലയാളം നന്നായിട്ട് സംസാരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം അറിയാൻ മേല നമ്മുടെ കേരളത്തിലുള്ളവർക്കാണ്. ഞങ്ങൾ വിദേശത്തുള്ളവർക്കൊക്കെ നല്ലതായിട്ട് മലയാളം അറിയാം. ഓക്കെ, അതൊക്കെ ഒരു ജോക്കായിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം ഇതാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ത്രിയേകതയോ എന്നൊരു ഐഡിയ. അപ്പോൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ്, ദൈവം ഏകനാണ്. പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഏകനാണെന്ന്. പക്ഷേ മനുഷ്യരെന്നെ പഠിപ്പിക്കുന്നത് ദൈവം ഏകനാണെന്ന്. നമ്മുടെ ബൈബിളിൽ അങ്ങനെയൊരു ഐഡിയ പറയുന്നില്ല ഒരിടത്തും. ദൈവം ദൈവം ഏകനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഐഡിയ ഒക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ അത് കാരണം എനിക്കെന്നല്ല പലർക്കും ഈ ത്രിയേക എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്നെ അടുക്കുന്ന വെച്ചാൽ എനിക്കെന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഞാനത് ദൈവത്തോട് ചോദിക്കും. അപ്പം നമ്മളെങ്ങനെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്? യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതന്നെ പിതാവിനോട് പ്രാർത്ഥിക്കാനല്ലേ. നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന അങ്ങനെയല്ലേ, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ പിതാവിനോട് ചോദിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ ത്രിയേക ദൈവം എന്ന് ക്രിസ്ത്യാനികളിൽ കൂടുതലും പറയുന്നുണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ക്ലിയർ ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എനിക്കൊരു ദിവസം നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്ന പല രീതിയിലാണല്ലോ. ചിലപ്പം പല മാധ്യമങ്ങൾ വഴിയായിരിക്കും, അല്ലെങ്കിൽ സാധാരണ മാധ്യമങ്ങൾ വഴിയായി. ചിലപ്പം മനുഷ്യരായിരിക്കും നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലായിരിക്കും. എങ്ങനെയും നമ്മളോട് ദൈവം സംസാരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരറിവിതാണ്, ത്രിയേക ദൈവം എന്നൊരു കോൺസെപ്റ്റ് ബൈബിളിലില്ല. യേശുക്രിസ്തു ഒരിക്കലും ആണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവപുത്രനാണെന്നാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ്, അതാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുപോലെ പിതാവ് അതിന് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പിതാവ് പറയുന്നുണ്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ. അങ്ങനെ പിതാവും പുത്രനും പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ്. പക്ഷേ മനുഷ്യനാ പറയുന്നത് അല്ലല്ല, യേശുക്രിസ്തു ദൈവമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അങ്ങനെ ത്രിയേക ദൈവമാണ് എന്നൊക്കെ ആണ് പഠിപ്പീര് മുഴുവൻ. അങ്ങനെ
പിന്നെ അങ്ങനെ ഒരു പഠിപ്പിക്കൽ എങ്ങനെ വന്നു എന്ന് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അത് AD 300-ലാണ് യേശുക്രിസ്തു പോയി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് മനുഷ്യരുണ്ടാക്കിയതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്നതാ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വിളിക്കുന്നത് എന്താ? എൻ്റെ ദൈവം. നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെയൊക്കെ റെഫറൻസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാം. പിന്നെ യേശുക്രിസ്തു പറയുന്നത് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. പിതാവിനെക്കുറിച്ച് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവം തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്. നമുക്ക് യേശുക്രിസ്തു പറയുന്നതും പിതാവ് പറയുന്നതല്ലേ വിശ്വസിക്കേണ്ടേ? മനുഷ്യർ പറയുന്നതല്ലല്ലോ. യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. പിതാവ് പറയുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇവൻ്റെ പ്രിയപുത്രൻ. ഇത് രണ്ടും പോരാ നമുക്ക്. പിന്നെ അതിനകത്ത് ചകഞ്ഞ് പുതിയ ഐഡിയാസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി മുഴുവൻ വഞ്ചിക്കപ്പെട്ട് കിടക്കുക. ഇപ്പം എല്ലാവരും മിക്കവാറും പേരോട് ചോദിച്ചാൽ അവർ പറയും ത്രിയേക ദൈവമാണെന്ന്. അങ്ങനെയൊരു കോൺസെപ്റ്റാണ് പിശാചും മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ പിശാച് ജയിക്കാനിട വരരുത് ഒരിക്കലും. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ഇത് ഏതായാലും ബൈബിളിൽ നിന്ന് കിട്ടത്തില്ല, അത് ബൈബിളിലില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബൈബിളിൽ അന്വേഷിക്കുക. ബൈബിളിൽ കാണുന്നതിന് പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പാ എനിക്കിത് മനസ്സിലാകുന്നു, ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. നീ മനസ്സിലാകുന്നപ്പാ എനിക്കിത് കാണിച്ചു തരണേ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് പറയാം, ആവശ്യപ്പെടാം. അപ്പോൾ അങ്ങനെ ഞാനിത് പഠിച്ചത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, പാപമാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്ന ആരോടെന്നറിയാമോ? യേശുക്രിസ്തുവിനോട്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പിതാവിനോട് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ മനുഷ്യർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാ? യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ. യേശുപ്പാ നമ്മൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾ ദൈവമക്കളായ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടവരാണ് അല്ലേ? ഒന്നാമത്തെ കൽപ്പന എന്നാ? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അത് പിതാവല്ലാതെ മറ്റാരെ ആരാധിച്ചാലും പുത്രനെ ആരാധിച്ചാലും അത് അന്യദൈവ ആരാധനയാണ്. അതാർക്കും മനസ്സിലാകുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല ആ രീതിയിൽ. അവർ പ്രാർത്ഥിക്കുമ്പോൾ പുത്രനോടങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കണം പുത്രൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ അത് അന്യദൈവ ആരാധന തന്നെയാണ്. എനിക്കറിയാം ചില ആൾക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതും അന്യദൈവ ആരാധന. ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ദൈവമാണ് ആരാധനയ്ക്ക് അർഹൻ, ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കരുതെന്നല്ല, വളരെ ഏറ്റവും ബഹുമാനം കൊടുക്കേണ്ട ആളാണ് യേശുക്രിസ്തു. ദൈവത്തിൻ്റെ പുത്രനാണ്, ഏറ്റവും ബഹുമാനം കൊടുക്കേണ്ട ആളാണ്. അപ്പോഴും എനിക്ക് ഈ ട്രിനിറ്റി എന്ന ഐഡിയ തെറ്റാണെന്നറിയാമെങ്കിലും പിന്നെ എങ്ങനെയാണ് കുറച്ചുകൂടി പഠിക്കണമെന്ന്, കുറച്ചുകൂടി അറിയണമെന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഒക്കെ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ സമയത്താണ് എനിക്ക് UAE പോകേണ്ടി വന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പം ദുബായിൽ ഒരു ഭരണാധികാരി ഉണ്ടെന്നും ആ ഭരണാധികാരിക്ക് അടുത്ത കിരീടാവകാശിയായ ഒരു മോനുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ അതിന് മുമ്പേ തന്നെ ഗ്രഹിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഭരണാധികാരിയെ നമ്മൾ സാധാരണ അങ്ങനെ കാണത്തില്ല, കാരണം അദ്ദേഹം വളരെ ബിസിയാണ്. എന്നാൽ നമ്മൾ മിക്കവാറും കാണുന്ന അദ്ദേഹത്തിൻ്റെ മോനെ ആയിരിക്കും അല്ലേ? മോനെന്ന് പറഞ്ഞാൽ ചുമ്മാ മോനായിട്ടിരിക്കുമല്ല, അദ്ദേഹത്തിന് വലിയ റെസ്പോൺസിബിലിറ്റികളുണ്ട്. അപ്പൻ്റെ മോനാണ്, അതുകൊണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങൾ. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനും അദ്ദേഹത്തിന് പോകണം. ഇങ്ങനെ ഈ മോനും ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതെനിക്കൊരു ഒരു എക്സാമ്പിളായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവം എനിക്കത്
ആ വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് മനസ്സിൽ വരുന്നത്. അതായത് അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പിതാവിനെ നമ്മളാരും കണ്ടിട്ടില്ല. പിതാവ് ആത്മാവാകുന്നു. പിതാവിനെ നമ്മളാരും കണ്ടിട്ടില്ല. പിതാവാണ് എല്ലാത്തിൻ്റെയും ടോപ്പ്, അല്ലേ? എന്നാൽ പുത്രനായ ക്രിസ്തു പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അദ്ദേഹം ഭയങ്കര ബിസിയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും, നമുക്ക് വേണ്ടി ചെയ്യുന്നതും. പിന്നെ നമ്മുടെ മഹാപുരോഹിതനാണ്, നമ്മുടെ രാജാവാണ്, അല്ലേ? അതാണ് പുത്രൻ്റെ റോൾ. സോ ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം, ഒരുപാട് പേർക്ക് മനസ്സിലാകാതെ, എന്നെപ്പോലെ മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ രീതിയിൽ അവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ, ഫാദറാണ് ഭരണാധിപതി. പക്ഷേ ഈ ഫാദറിൻ്റെ മോൻ എന്തോ നിലയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഓക്കെ, അതുകൊണ്ട് പുത്രനെ ബഹുമാനിക്കേണ്ടതാണ്. മാനത്തിന് യോഗ്യ, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ച് നോക്കിയാൽ അറിയാം, അല്ലേ? അവിടെ പുത്രനെ ബഹുമാനിക്കുന്നുണ്ട്, പിതാവിനെ ബഹുമാനിക്കുന്നുണ്ട്, ഒരു പുത്രനെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് പുത്രൻ നിസ്സാരക്കാരനൊന്നുമല്ല. ഓക്കെ, പക്ഷേ ദൈവം ഏകനാണ്, ഏകനായ ദൈവമാണ്. പുത്രൻ ദൈവമല്ലെങ്കിലും ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള വലിയൊരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, അത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, സമയം കുറവുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുവാണ്. വാക്യങ്ങളൊക്കെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, ഞാനിതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓടി വന്നിങ്ങനെ വീഡിയോ ഇട്ടുണ്ട്. എനിക്കതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഒത്തില്ല. അത് ഞാൻ പിന്നെ ഇടാം കേട്ടോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.